ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായി ഡിന്നറായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. പച്ചരി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി 2 കപ്പ് പച്ചരി 4 മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകി വെച്ചതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം വെള്ളം വേണ്ടി വരും. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്. ഇതുകൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ മാവ് കുറച്ച് കട്ടി കൂടുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ചെറിയൊരു തക്കാളി, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാ ദോശേൻ്റെ മാവ് പോലെയാണ് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് കുക്കായാൽ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. എല്ലാ അപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക കറികളുടെ ആവശ്യമില്ല. ഞാനിവിടെ ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയത്. രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.